ഉച്ചകോടികളുടെയും രാഷ്ട്രീയ ചർച്ചകളുടെയും നിറഞ്ഞു നിന്ന വേദിയായിരുന്നു അലാസ്കയിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയ വാർത്തകൾ ലോക മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയത്തെയും സുരക്ഷാ താൽപര്യങ്ങളെയും മറികടന്ന് ഒരു അപൂർവമായ സംഭവമാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഉച്ചകോടി അവസാനിച്ചതിന് പിന്നാലെ വിരമിച്ച അമേരിക്കൻ ഫയർ ഇൻസ്പെക്ടറായ മാർക്ക് വാറൻ എന്ന സാധാരണക്കാരന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയത് ഒരു വിലമതിക്കാനാവാത്ത സമ്മാനമായിരുന്നു. റഷ്യയിൽ നിർമ്മിച്ച പുതുപുത്തൻ യൂറൽ മോട്ടോർ സൈക്കിളാണ് പുടിൻ അദ്ദേഹത്തിന് അയച്ചു തന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ കടുത്ത ഉപരോധങ്ങൾക്കിടയിൽ ഒരു അമേരിക്കൻ പൗരന് നേരിട്ട് നൽകിയ ഈ സമ്മാനം വെറും സൗഹൃദത്തിന്റെ അടയാളമല്ല, മറിച്ച് ലോകത്തിന് മുന്നിലെത്തിച്ച ഒരു രാഷ്ട്രീയ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. അലാസ്കയിലെ ഹൃദയത്തിൽ താമസിക്കുന്ന മാർക്ക് വാറൻ ഏറെക്കാലമായി ഒരു പഴയ യൂറൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ച റഷ്യൻ സ്റ്റേറ്റ് ചാനലായ ചാനൽ 1-ൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ മോട്ടോർ സൈക്കിളിന് സ്പെയർ പാർട്സ് ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞത്. റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് യുക്രൈനിലെ പ്ലാന്റിൽ നിന്നാണ് തന്റെ വാഹനത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ വരാറുള്ളതെന്നും ഇപ്പോൾ അവ ലഭ്യമാകാതെ വന്നതുകൊണ്ട് തന്നെ വാഹന പരിപാലനം അസാധ്യമായതായും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു സാധാരണക്കാരന്റെ ഈ അഭിമുഖം റഷ്യൻ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായി മാറുകയും ഒടുവിൽ പുടിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ലോക രാഷ്ട്രീയത്തിൽ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് പോലും ഒരു അമേരിക്കൻ പൗരന്റെ ബുദ്ധിമുട്ട് കേട്ടറിഞ്ഞപ്പോൾ അതിന് മറുപടിയായി നേരിട്ട് ഒരു യൂറൽ മോട്ടോർ സൈക്കിൾ അയക്കാനാണ് പുടിൻ തീരുമാനിച്ചത്.